കളിപ്പാട്ടും ആഹ്ലാദങ്ങളും ആവേശവും ഒക്കെ പ്രേക്ഷകർ കാണുന്നു. ഇവിടെയുമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുപ്പപ്പുറത്ത് ആരാ ഉള്ളത്? പള്ളാത്തുരുത്തിയുടെ ചുണ്ടൻ, മേൽപ്പാടം ചുണ്ടൻ നീരണിയാൻ പോകുന്ന പള്ളാത്തുരുത്തിയിലെ ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ക്യാമ്പ് എവിടെയാ സ്ഥലം? കുപ്പപ്പുറത്തിലേക്ക് നമ്മൾ പോകുന്നു. എന്തൊരു കാഴ്ചയല്ലേ. വേറെ പ്രത്യേകത വെള്ളമായിരുന്നു ഇത്ര ദിവസം കൊണ്ടേ. ഈ വെള്ളം ഇറങ്ങിയിട്ട് എന്നിട്ട് മനുഷ്യന്റെ ആവേശത്തിന് ഒരു മാറ്റമില്ലെന്ന് മനസ്സിലായില്ലേ? ഏത് വെള്ളപ്പൊക്കം വന്നാലും നമ്മളോട് പറഞ്ഞില്ലേ നമ്മളിവിടെ വള്ളംകളി കളിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം എത്ര പോകുക അതിന്റെ വേളി നമ്മൾ വള്ളം കളിക്കും. പക്ഷേ മലയാളി ലോകം അടയാളപ്പെടുത്തുന്ന മകനാണ്. എത്ര വെല്ലുവിളികളൊക്കെ വന്നാൽ നമ്മളെ അതിന് മുകളിൽ പോകും. തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതുക്കും മേലെ വള്ളം എന്നുള്ളതാണ് കുട്ടനാടിന്റെ പ്രിൻസിപ്പിൾ. അത് തന്നെയാണ് വള്ളംകളിയുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്കൊരു പാട്ടും കൂടെ ആയാലോ? ഒരു പാട്ടിനൊപ്പം ഒരു കുഞ്ഞിടവേളയും. അപ്പൊ നമുക്ക് എവിടെ തുടങ്ങുന്നത്? നാളെ പാട്ട് നമുക്ക് മണിച്ചേട്ടന്റെ വള്ളംകളിയുടെ പാട്ട് പാടാൻ എനിക്കിഷ്ടം. അപ്പൊ റെഡിയാണ്. മണിച്ചേട്ടൻ മനോഹരമായിട്ട് വള്ളംകളിയെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് എവിടെ ചെന്നാലും ഇപ്പൊ ഞാൻ ആ പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ട്രാക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതോടൊപ്പം പാടാം. സാറേ, അതിന് മുൻപ് ഒരു വിശേഷം പറയാനുള്ളത് വെച്ചാൽ 41ാമത്തെ വർഷമാണ് ഞാൻ ഈ വർഷം വള്ളം കളിക്കുന്നത്. 41ാമത്തെ വർഷം. 41ാമത്തെ വർഷം. എന്റെ പേര് സലിലൻ വെള്ളാനി. തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ പാടി മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടി കഞ്ഞൊടിക്കുന്നു. അതെ. അപ്പൊ ട്രാക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതോടൊപ്പം ചെയ്യാം. മണിച്ചേട്ടന്റെ പാട്ടാണെങ്കിൽ അത്രയും 92 കേട്ടോ പ്ലീസ്. ഓക്കെ. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താ? അത് കുപ്പപ്പുറം. ഈ സ്ഥലം ഇപ്പൊ ഇത് ഇതിന്റെ ഈ രണ്ട് സൈഡിലുള്ള ആളുകളെ പള്ളാത്തുരുത്തി വള്ളത്തെ തുഴയുന്നത്. 3 പുതിയ വള്ളങ്ങളുണ്ട് അല്ലേ? അതെ. പുണ്യാളൻ നിരണം, ആർപ്പൂക്കര ചുണ്ടൻ, അതുപോലെ തന്നെ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 3 പുത്തൻ ചുണ്ടൻ മത്സരിക്കുന്ന വർഷമാണ്. ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇക്കുറി ഈ സമ്മാനത്തുക 5 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. 5 ലക്ഷം ഉണ്ടായിരുന്നത് 25 ലക്ഷമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചെറുതല്ല. 5 lakhsൽ നിന്ന് 25 lakhs ഒന്നാം സമ്മാനം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പോരാ. അല്ല, 25 അല്ല, 1 കോടി അല്ല. അതായാലും ഇതില്ലാത്ത കാലത്തും ഇതുപോലെ 72 വള്ളങ്ങളോട് മത്സരിക്കുന്നുണ്ട്, ചെറുതും വലുതായിട്ട്. അപ്പൊ ഈ പൈസയെക്കാട്ടിലുപരി കുട്ടനാട്ടുകാരുടെ മനസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. മനസ്സും വികാരവും മണ്ണോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെയും പ്രേക്ഷകർക്ക് കാണണോ? ഈ വള്ളംകളിയുടെ സമയത്തേക്ക് വരൂ. വള്ളംകളി സമയത്ത് കുട്ടനാട്ടുകാരെ കാണൂ, അവരുടെ ആവേശം കാണൂ. ഓരോ കരയും ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫുട്ബോളൊന്നും ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഒരു ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ ഉള്ളൊരു നെഞ്ചിടിപ്പുണ്ടല്ലോ, അതാണ്. അതുക്കും മേലെയാണ്. കലയും കായികവും കൂടെ ഒരുമിച്ച് ചേരുന്ന വേറൊരു ഒന്നുമില്ല. ലോകത്ത് വേറെ ഇല്ല. പാട്ട് അല്ലേ, റിതം മേക്കേഴ്സ്, കായികാധ്വാനം, തുഴ, ഇതെല്ലാം കൂടെ ഒരുമിച്ച്. ചുണ്ടൻവള്ളത്തിൽ ആന മാത്രമേ കയറാനുള്ളൂ. ബാക്കി കൈമണിയുണ്ട്, ചെണ്ടയുണ്ട്, താളമുണ്ട്, എല്ലാം പാട്ടുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? ഇടിത്താളം ഉണ്ടല്ലോ, ആ ഇടിത്താളവും കൈമണിയും കലയും കായികവും എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ വള്ളംകളി. അപ്പോൾ പ്രേക്ഷകരെ 72ാമത് വള്ളംകളി വിശേഷങ്ങളുമായി പുന്നമടയിൽ നിന്ന് നമ്മൾ തുടരും. ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. മാനം തെളിഞ്ഞിരിക്കുന്നു. നല്ല വെയിലുള്ളി